ഇനി ലോക്സഭയിൽ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വഴങ്ങാതെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേർന്നു. ശരത്ത്, യുവജന സംഘടനകൾ പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷം പാർലമെന്റിനകത്തും നീറ്റ് വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. ലോക്സഭ പിരിഞ്ഞു, രാജ്യസഭ പുനരാരംഭിച്ചോ? ഖാർഗെയ്ക്ക് അനുമതി ലഭിച്ചോ? വിവരങ്ങൾ. സേതുലക്ഷ്മി, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം ഉന്നയിച്ചത്. ആ സമയം തന്നെ സ്പീക്കർ വ്യക്തമാക്കിയത് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി മാത്രമാണ് അജണ്ടയിലുള്ളൂ. അതിനുശേഷം എന്ത് വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. ഈ പ്രമേയ ചർച്ചയിൽ തന്നെ നീറ്റ് സംബന്ധിച്ച് രാഷ്ട്രപതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയം ഉന്നയിക്കാം എന്ന് പറഞ്ഞാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത്. ഇതിന് ശേഷം സഭ ബഹളമാക്കുകയും 12 മണിയെ നിർത്തിവെക്കുകയും ചെയ്തു. 12 മണിക്ക് സഭ പിന്നീടും ചേർന്നപ്പോഴും പ്രതിപക്ഷ ബഹളം ശക്തമാവുകയും സഭ തിങ്കളാഴ്ചത്തേക്ക് പിരിയുകയാണ് ചെയ്തത്. രാജ്യസഭയിൽ 12 മണിക്ക് സഭ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ് വിഷയം അവതരിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിനും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി ചെയർ നൽകിയില്ല. തുടർന്ന് സഭ 12 മണി നിർത്തിവെച്ചു. ഇപ്പോൾ രാജ്യസഭ ആരംഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ബഹളം തുടരുകയാണ്. എന്നാലും രാജ്യസഭ നടപടിക്രമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ബഹളം ശക്തമാവുന്നതോടെ രാജ്യസഭ നിർത്തിവെക്കുമെന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും പാർലമെന്റിന് പുറത്ത് യുവജന സംഘടനകൾ ശക്തമായ രീതിയിൽ മാർച്ച് നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്നുണ്ട്. പാർലമെന്റ് അകത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ ഗാന്ധി പ്രതിമയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധി വീണ്ടും സംസാരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും നീറ്റ് വിഷയം രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടിരുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സേതുലക്ഷ്മി, ഈ ശരത്ത്, മറ്റൊരു കാര്യം, ഈ വലിയ ഒരു അഴിമതിയും കൂടി ഇന്നിപ്പോ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ലോക്സഭയിൽ. പരീക്ഷാ ചോർച്ചയിൽ ഉൾപ്പെടെ ഗുജറാത്ത് ആസ്ഥാനമായ ഒരു കമ്പനിക്ക് ആവർത്തിച്ച് പരീക്ഷാ നടത്തിപ്പ് കരാർ നൽകിയെന്നും മാത്രമല്ല ഉത്തർപ്രദേശ്, ബീഹാർ സർക്കാരുകൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനിയാണിതെന്നും ഒക്കെ ഒരു കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായി. ഈ ജയറാം രമേശ് അടക്കം ഇക്കാര്യങ്ങൾ വിമർശിക്കുകയും ഒക്കെ ചെയ്തു. ഇതിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? ആരെങ്കിലും ഈ കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് മുതിരുമെന്ന് തോന്നുന്നുണ്ടോ? ഒപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ആ ഒരു ആവശ്യത്തിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്കില്ല എന്ന് ഇന്ത്യ സഖ്യം നേരത്തെ പറഞ്ഞതാണ്. ഇക്കാര്യത്തിലുള്ള വിവരങ്ങൾ കൂടി. ലക്ഷ്മി, പാർലമെന്റിൽ ലോക്സഭയിൽ വളരെ വ്യക്തമായിട്ട് പാർലമെന്റ് കാര്യ മന്ത്രി കിരൺ റിജു വ്യക്തമാക്കിയത് നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ഏത് കാര്യം ഉന്നയിക്കാം, ഗവൺമെന്റ് ഏത് ചർച്ചയ്ക്കും തയ്യാറാണ് എന്നുള്ളതാണ്. എന്നാൽ കീഴ്വഴക്കമനുസരിച്ച് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ മറ്റു വിഷയങ്ങൾ ഉന്നയിക്കാറുള്ളൂ. ചരിത്രത്തിൽ അതാണ്, ലോക്സഭാ ചരിത്രത്തിൽ എന്നാണ് കിരൺ റിജു പറഞ്ഞത്. അപ്പൊ ഏത് അഴിമതി ആരോപണത്തെയും തങ്ങൾ ഉന്നയിക്കാം, അതിന് തങ്ങൾ മറുപടി പറയുമെന്നും പാർലമെന്റ് കാര്യമന്ത്രി അല്പസമയം മുമ്പ് ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൻ അഴിമതിയെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരം കോൺഗ്രസിന് മറുപടി പറയാനുള്ള അവസരം സഭയിൽ തന്നെ നമ്മൾ നൽകുമെന്ന സൂചനയാണ് പാർലമെന്റ് കാര്യം നൽകിയിരിക്കുന്നത്. ശരി ശരത് ലാൽ, അങ്ങനെ നീറ്റ് വിഷയത്തിൽ പാർലമെന്റ് ഇരുസഭകളിലും ബഹളം. ലോക്സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പക്ഷേ സ്പീക്കർ ഓം ബിർള അനുമതി നൽകിയില്ല. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്ന് പിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാജ്യസഭ 12 മണിവരെ നിർത്തിവച്ചെങ്കിൽ ഇപ്പോൾ വീണ്ടും രാജ്യസഭ ചേരുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വിഷയത്തിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിനും അനുമതി ലഭിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. അങ്ങനെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷം കടുത്ത സമരവുമായി, കടുത്ത പ്രതിഷേധവുമായി യുവജന സംഘടനകൾ പാർലമെന്റിന് പുറത്തും പാർലമെന്റിനകത്ത് ഇന്ത്യ സഖ്യവും കടുത്ത രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട്.